ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഞങ്ങൾ തന്ന ഉറപ്പ് പോലെ എല്ലാവിധ വിദ്യാഭ്യാസ മേഖലയിലെ അറിയിപ്പുകൾ, അത് അവധി ആയിക്കോട്ടെ, പരീക്ഷ ആയിക്കോട്ടെ, വിദ്യാർത്ഥികളുമായി സംബന്ധിക്കുന്ന മറ്റ് അഡ്മിഷനുകളായിക്കോട്ടെ, നിങ്ങളുടെ മുന്നിൽ കൃത്യസമയത്ത് യഥാസമയത്ത് ഞങ്ങൾ എത്തിച്ചിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി വെച്ചേക്കുക. കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. എന്തായാലും കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. മഴ വളരെയധികം ശക്തിയോടുകൂടി തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് 2 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. പുതിയ ഒരു അവധി അറിയിപ്പ് വന്നിരിക്കുന്നു. വലുതായിട്ട് വലിച്ചൊന്നും നീട്ടുന്നില്ല, കാര്യങ്ങൾ നേരെ പറയുകയാണ്. നമ്മുടെ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ, ആലപ്പുഴ ജില്ലയിലെ ഡിസ്ട്രിക്ട് കളക്ടറാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക. മറ്റ് അവധി സാധ്യതകൾ കൂടി ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ, ആലപ്പുഴയുടെ ഡിസ്ട്രിക്ട് കളക്ടർ പങ്കുവച്ച പോസ്റ്റ് ഇപ്രകാരമാണ്: കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്കിലെ എല്ലാവിധ, അതായത് മോസ്റ്റ്ലി എല്ലാ സ്കൂളുകളിലും വെള്ളക്കെട്ട് ഉള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്: ജൂൺ 18-ാം തീയതി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടാകില്ല എന്നുകൂടി അദ്ദേഹം ചേർക്കുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ കളക്ടർമാരുടെയും പോസ്റ്റിന്റെ താഴെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരുടെ ഫേസ്ബുക്കിന്റെ പേജിന്റെയൊക്കെ താഴെ പോയി അവധി വേണമെന്ന് പറയുന്ന കമന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഞങ്ങൾ കാണുന്നുണ്ട്. 24 ന്യൂസിന്റെയും ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും താഴെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ ഇതല്ലാതെ യാതൊരു വിധ അവധി അറിയിപ്പുകളും ഇതുവരെയും വന്നിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളും പിന്നെ നിലമ്പൂരിൽ ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായൊക്കെ പ്രവർത്തിക്കുന്ന, ഈ പോളിംഗ് സ്റ്റേഷനുകളായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് 19-ാം തീയതി, അതായത് നാളെയല്ല 19-ാം തീയതി അവധിയാണ്. അങ്ങനെയുള്ള അറിയിപ്പുകളാണ്. മഴയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏക അറിയിപ്പ് ഈ കുട്ടനാടുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ നിലവിൽ റെഡ് അലർട്ട് ഉള്ളത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ട് മറ്റ് ജില്ലകളിലും, യെല്ലോ അലർട്ട് മറ്റ് ജില്ലകളിലുണ്ട്. പ്രധാനമായിട്ടും അതിതീവ്ര മഴ ഈ 2 ജില്ലകളിൽ മാത്രമാണ്. അപ്പോൾ ഇനി അഥവാ അവധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരികയാണെങ്കിൽ പോലും ഈ ജില്ലകൾക്കായിരിക്കും കൂടുതൽ സാധ്യത എന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട്.